എപ്പോഴെങ്കിലും നമ്മുടെ മലയാളത്തിൽ അവിടെ ഒരു പ്രാർത്ഥന ചൊല്ലുക അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടുത്തെ ഇന്റർനാഷണൽ മാസില് ഈ അച്ഛന്മാരുടെ പ്രാർത്ഥനകൾ ചെല്ലുന്നത് പല ഭാഷകളിലാണ്. നമ്മൾ സാധാരണ ഇന്റർനാഷണൽ മാസ് ചെല്ലുമ്പം അതില് നമ്മൾ സാധാരണ പ്രസംഗിക്കുന്നത് 5 ഭാഷകളിലാണ്. സാധാരണ 5 ഭാഷകൾ നമ്മൾ പ്രസംഗിക്കണം, കാരണം ഇന്റർനാഷണൽ ഓഡിയൻസ് ആണ്. പിന്നെ അച്ഛന്മാര് പ്രാർത്ഥന ആൾക്കാർ ഏതൊക്കെ രാജ്യത്തു നിന്നാണോ വരുന്നത് അതനുസരിച്ച് അവരുടെ ഭാഷകളിൽ ആ പ്രാർത്ഥനകൾ ചെല്ലിക്കും. അപ്പൊ ഞാൻ ഇവിടെ വന്നേ പിന്നെ അതില് മലയാളം കൂടി ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ ഇവിടെ അച്ഛന്മാര് നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികൾ അച്ഛന്മാർ വന്ന അവർക്ക് മലയാളത്തിൽ തന്നെ ഇന്റർനാഷണൽ മാസിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പറ്റും. പിന്നെ നമ്മുടെ സീറോ മലബാർ കുർബാന ഇടയ്ക്ക് നമ്മുടെ ക്രിപ്റ്റില് പിതാക്കന്മാർ വരുമ്പോഴും ഇടയ്ക്ക് ആൾക്കാർക്ക് വേണ്ടി ചെല്ലാറുണ്ട്. പിന്നെ ഞാനാണെങ്കിലും ഇപ്പൊ ആരും ഇല്ലെങ്കിൽ ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ മലയാളം പ്രാർത്ഥനകൾ ഞാൻ ചെല്ലാറുണ്ട്. പിന്നെ ഈവൻ ഇപ്പൊ നമ്മളിവിടെ കമ്മ്യൂണിയനൊക്കെ നമ്മൾ പ്ലേ ചെയ്യും. അപ്പം ഞാൻ വാവാ യേശുനാഥായും തിരുനാമ കീർത്തനവും ഒക്കെ നമ്മുടെ മലയാളം പാട്ടുകൾ ഇവരെ കേൾപ്പിക്കും. അപ്പൊ അങ്ങനെ മലയാളത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഷയെ നമ്മുടെ വിശ്വാസം നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റും. നമ്മുടെ ഐഡന്റിറ്റി അതാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി ഇവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഞാൻ എപ്പോഴൊക്കെ വാവാ യേശുനാഥ പാട്ട് പ്ലേ ചെയ്യുന്നോ അപ്പോഴൊക്കെ ഈ യൂറോപ്യൻസും അമേരിക്കൻസ് എല്ലാം വന്ന് ചോദിക്കും, സോങ് വാസ് റിയലി ഹാർട്ട് ടച്ചിങ് എന്ന് ചോദിച്ചാൽ അത് ഏത് സോങ് ആണെന്നൊക്കെ ഒത്തിരി പേര് വന്ന് ചോദിക്കാറുണ്ട്. അപ്പം മലയാളം ഇവിടെ ആക്റ്റീവ് ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്.